അടുക്കള നമ്മുടെ വീട്ടിലെ ഏറ്റവും മർമ്മപ്രധാനമായുള്ളൊരു സ്ഥാനമാണല്ലോ. അടുക്കളയുടെ സമൃദ്ധി അനുസരിച്ചിട്ടായിരിക്കും മനുഷ്യരുടെ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യവും, ആരോഗ്യത്തിനനുസരിച്ചായിരിക്കും ആ വീടിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും. അപ്പോൾ ആ അടുക്കള എങ്ങനെ സമൃദ്ധമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിന്ന് സമൃദ്ധമാക്കുന്നതിന് ഒരു ഘടകം അതിൻ്റെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പച്ച കളറുള്ള ബോട്ടിലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പച്ച കളറാകുമ്പോൾ കണ്ണിന് ഒരു അട്രാക്ഷനാണ്. പക്ഷേ ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ അതിലും നല്ലതാണ്. പക്ഷേ ഗ്ലാസ് ഇല്ല, അല്ലാതെ ബോട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ സ്റ്റിക്കറ് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, തലേ ദിവസം വേണ്ട, അരമണിക്കൂറിന് മുമ്പ് വെള്ളത്തിലിട്ടാൽ നമുക്ക് ആ സ്റ്റിക്കർ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലുള്ളതും മുഴുവൻ പൂർണ്ണമായിട്ട് ഇളക്കി കളഞ്ഞിട്ടില്ല. അതിൽ പിന്നെ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് അതിന് മോടി പിടിപ്പിക്കാവുന്നതാണ്. അതുപോലൊരു ബോട്ടിലെടുക്കുക. ബോട്ടിൽ ഏതായാലും തിരക്കേടില്ല. ഇതുപോലെ തന്നെ ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ബോട്ടിലുകളോ പച്ച കളർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കളറുകളിലോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിലെടുക്കുക. എന്നിട്ട് അതിൽ ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. ബോട്ടിലെടുത്ത് വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ ഒരു കഷ്ണം വയ്ക്കാം. മണി പ്ലാന്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് വേരുള്ള കഷ്ണമായിരിക്കണം. ഇത് ഗോൾഡൻ പ്ലാന്റ് എന്ന് പറയും. മണി പ്ലാന്റ് ആണ്. ഇത് സമൃദ്ധി, ഐശ്വര്യം തരുന്ന ഒരിതാണ്. നമ്മുടെ വീട്ടിൻ്റെ ഊർജ്ജസ്വലതയും വീട്ടിലുള്ള താമസിക്കുന്നവർക്ക് ഊർജ്ജസ്വലതയും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യുന്നതായിട്ട് കരുതുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ വേര് വെളിയിൽ കിടന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് ഇതുപോലെ കൊടുക്കാം. പക്ഷേ ഈ മണി പ്ലാന്റിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഇലകൾ താഴോട്ട് വളരാതെ നോക്കണം. താഴോട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തത് മുകളിലോട്ട് തന്നെ ആകുമ്പോൾ അതൊരു അഭിവൃദ്ധിയിലോട്ട് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. അപ്പോൾ അതങ്ങനെ ഇതുപോലെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ എത്ര സ്പേസ് ഉണ്ടോ അതനുസരിച്ചിട്ട് എന്ന് വിചാരിച്ച് ഒരുപാട് നമ്മൾ വെച്ചാലും നല്ലതായിരിക്കത്തില്ല. നമ്മുടെ സ്പേസിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് എത്ര എക്സ്ട്രായിട്ട് വയ്ക്കാൻ പറ്റുമോ അതുപോലെ നമുക്കിത് വയ്ക്കാം. വെച്ചിട്ട് ഇതുപോലെ ഞാൻ 2-3 ബോട്ടിലുകൾ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലുകളിൽ ഇതുപോലെ മണി പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിട്ട്, അത് ഇത്തരം പലതരത്തിലുള്ള മണി പ്ലാന്റുകളുണ്ട്. പക്ഷേ ഈ മണി പ്ലാന്റാണ് അഭിവൃദ്ധിയെ തരുന്ന മണി പ്ലാന്റാണ്. അല്ലാതെ മണി പ്ലാന്റുകളുണ്ട്. ചില മണി പ്ലാന്റുകൾ വീടുകളിൽ വയ്ക്കാൻ കൊള്ളാത്തതുണ്ട്. അത് വീടിന് ദോഷം വരുത്തുന്നതായിട്ടുള്ള മണി പ്ലാന്റുകളുണ്ട്. അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ പറയും. അപ്പോൾ ഈ മണി പ്ലാന്റുകൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും വീടിൻ്റെ എപ്പോഴും തെക്ക് കിഴക്കേ മൂലയ്ക്ക് വേണം വയ്ക്കാനായിട്ട്. തെക്ക് കിഴക്കേ സൈഡിൽ, അടുക്കളയുടെ തെക്ക് കിഴക്കേ സൈഡിലായിട്ട് കോർണറിൽ നമുക്ക് ഈ മണി പ്ലാന്റ് വയ്ക്കാം. ഈ മണി പ്ലാന്റ് ഒരിക്കലും ഇത് വാടിപ്പോകരുത്, വാടാൻ സമ്മതിക്കരുത്. വാടിയാൽ നമ്മൾ പുതിയതായിട്ട് ഇവിടെ ഒരു കഷ്ണം കടിച്ച് വയ്ക്കുക. അതുപോലെ ഉണങ്ങിയ ഇലകളോ പഴുത്ത ഇലകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിക്കളയാൻ, അതെല്ലാം എടുത്തു മാറ്റണം. എടുത്ത് മാറ്റിയിട്ട് വേണം എപ്പോഴും ഫ്രഷായിട്ടിരിക്കണം. അതുപോലെ തന്നെ 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം മാറ്റി കൊടുക്കണം. അങ്ങനെ ഇത് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്തിട്ട് പോസിറ്റീവ് എനർജി അടുക്കളയ്ക്കുള്ളിൽ നിറയ്ക്കാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. നമുക്ക് കാണാനും കണ്ണിനും ഒരു അട്രാക്ഷനാണ്. ഇതിൻ്റെ ഏത് കളറാണെങ്കിലും ശരി, അത് പച്ച കളറാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു അട്രാക്ഷനാണ്. അത് വരുന്ന ആരെങ്കിലും നമ്മുടെ അടുക്കളയിലോട്ട് വന്നാൽ തന്നെ ആദ്യം അതിലോട്ടായിരിക്കും കണ്ണുകൾ പോകുന്നത്. പിന്നെ അത് നമ്മുടെ അടുക്കളയിൽ ഒരു ഇതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ഉടനെ.